നമ്മുടെ ഫേസിലെ ചുളികളൊക്കെ ഉണ്ടെങ്കിൽ ചുളികളൊക്കെ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ടാൻ റിമൂവ് ആക്കാനായിട്ടും അതേപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കിയിട്ട് സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ടും ക്ലിയർ ആകുന്നത്. അപ്പം ഞാൻ മസാജിങ് ക്രീമിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്ന നെയ്യാണ് കേട്ടോ. നെയ്യ് നമ്മുടെ സ്കിൻ നന്നായിട്ട് എങ്ങാക്കി വെക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഇവിടെ നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല കട്ടയായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഒരു ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേഷ്യലിൻ്റെ വീഡിയോ ആണ്. ഈ ഒരു ഫേഷ്യലിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ ടാൻ റിമൂവ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ചിലരുടെ ഫേസിൽ ഒരുപാട് ചുളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ഒരു ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് എങ്ങാക്കി വെക്കാനായിട്ടും ഹെൽത്തി ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഈ ഒരു ഫേഷ്യൽ നമ്മൾ ആഴ്ചയിൽ ഒരു തവണ ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ ഈ ഒരു ഫേഷ്യൽ നമ്മൾ തൈര് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഒരു ഐറ്റമാണ് തൈര്. അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അതിനു മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്ന ക്ലെൻസിങ് ആണ്. ക്ലെൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്പൂൺ തൈരാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന റോസ് വാട്ടർ ആണ് കേട്ടോ. റോസ് വാട്ടറും ഒരു സ്പൂണ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസ് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്തെടുക്കാം. ഈ ഒരു ഫേഷ്യൽ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുന്ന ഫേഷ്യലിൻ്റെ അതേ ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ക്ലീൻ ആക്കാനായിട്ടും ക്ലിയർ ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ നന്നായിട്ട് ക്ലെൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഇനി ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കട്ടെ. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. സ്ക്രബ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ഫേസിലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ട് ഈ ഒരു സ്ക്രബിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് തൈരാണ്. ഒരു സ്പൂൺ തൈരാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന പച്ചമഞ്ഞൾ പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മഞ്ഞൾ അലർജി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം ബീട്രൂട്ടിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സ്ക്രബ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമുക്കിത് മൊത്തത്തിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ലിപ്സിന് സൈഡിലൊക്കെ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു സൈഡിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ മൂക്കിന് സൈഡുകളിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ ഒന്നും കൂടെ ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ടും സ്കിൻ നല്ലതായിട്ട് ക്ലിയർ ആക്കാനായിട്ടും ക്ലീൻ ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് തുടച്ചെടുക്കട്ടെ. ഇനി നമ്മൾ തേർഡ് സ്റ്റെപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മളൊരു മസാജിങ് ക്രീമാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പം ഞാൻ മസാജിങ് ക്രീമിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്ന നെയ്യാണ് കേട്ടോ. നെയ്യ് നമ്മുടെ സ്കിൻ നന്നായിട്ട് എങ്ങാക്കി വെക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാനിവിടെ നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല കട്ടയായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഒരു അര സ്പൂൺ നെയ്യ് എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ അടുത്തായിട്ട് ഇതിലേക്ക് ചേർക്കുന്ന മഞ്ഞളാണ്. ഒരു നുള്ളു മഞ്ഞൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാൻ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇതുപോലെ നമ്മൾ നെയ്യ് വെച്ചിട്ട് നമ്മുടെ സ്കിൻ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടും ഹെൽത്തി ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ ഡ്രൈനസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഡ്രൈനസ് മാറാനായിട്ടും ഒത്തിരി ഹെൽപ്പ് ചെയ്യും. സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും സ്കിൻ ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു 30-35 വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ ഈ ഒരു നെയ്യ് വെച്ചിട്ടുള്ള മസാജിങ് വളരെ നല്ലതാണ്. സ്കിൻ നന്നായിട്ട് ഈവൻ ടോണായിട്ട് വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. എന്താണെങ്കിലും നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ ഒരു ഫേഷ്യൽ ട്രൈ ചെയ്ത് നോക്കുക. അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ഫേഷ്യലാണ് കേട്ടോ.
അപ്പം ഞാനിത് നന്നായിട്ട് മസാജ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. വാഷ് ചെയ്താൽ ഇത് പോകത്തൊന്നുമില്ല. നമ്മൾ അടുത്ത പാക്ക് ഇടുമ്പോഴാണ് ശരിക്കും ഇത് നമ്മുടെ സ്കിന്നിൽ നിന്ന് പോകുന്നത്. അപ്പം ഞാൻ ഇനി ഇത് വാഷ് ചെയ്തിട്ട് വരാം. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പാക്കും കൂടെ ഇടുമ്പോഴാണ് നമ്മുടെ ആ ഒരു നെയ് പൂർണ്ണമായിട്ട് നമ്മുടെ ഫേസിൽ നിന്ന് പോകുന്നത്. അപ്പം നമുക്ക് അടുത്തതായിട്ട് പാക്കാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് പാക്ക് തയ്യാറാക്കാം. പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് കടലമാവാണ്. 1 സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കോഫി പൗഡറാണ്. അത് ഞാൻ 1 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന അരിപ്പൊടിയാണ്. 1 സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. അപ്പം ഞാൻ ഒരു 2 സ്പൂൺ തൈര് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തിക്ക് പേസ്റ്റായിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഞാനിത് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മുടെ സ്കിന്നിലെ ടാനൊക്കെ ഉണ്ടെങ്കിൽ ടാനൊക്കെ റിമൂവ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ കറുത്ത പാടുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ യങ്ങാക്കി വെക്കാനായിട്ടും ചുളിവുകൾ മാറാനായിട്ടും ഡ്രൈനസ് ഒക്കെ മാറാനായിട്ടും ഒക്കെ പറ്റുന്ന അടിപൊളി ഒരു പാക്കാണ്. ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു 20 മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്യുക. നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ഫേഷ്യലാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് പുറത്ത് പോയി ബ്യൂട്ടി പാർലറൊക്കെ പോകാൻ വേണ്ടിയിട്ട് പറ്റാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേഷ്യലാണ് കേട്ടോ. അപ്പം ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു 20 മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ്. സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ട് ഇരിപ്പുണ്ട്. അതേപോലെ ചുളികളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഫേഷ്യലാണ്. നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേഷ്യലാണ്. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.